സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത 4ാം ക്ലാസ് പാദവാർഷിക പരീക്ഷ ഖുർആൻ ഹിഫ്ള് തദ്രീബു തിലാവ. ഈ പരീക്ഷയ്ക്ക് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, ഖുർആനിൻ്റെ ഭാഗങ്ങൾ എത്രയാണ്, ഹിഫ്ളിൻ്റെ സൂറത്തുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അഡീഷണലായിട്ട് പഠിക്കേണ്ടി വരും എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ എല്ലാ കാര്യവും നമുക്ക് മനസ്സിലാക്കാം, നല്ല മാർക്കും നേടാം. വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ അഥവാ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് നമ്മുടെ മദ്രസയിൽ നടന്ന ചോദ്യപേപ്പറാണ്, വായിച്ചു നോക്കാം. ഒന്നാമത്, കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെക്കൊണ്ടും താഴെ പറയുന്നവ മുസഫിൽ നോക്കി ഓദിക്കാം എന്നാണ്. അപ്പോൾ ഇവിടെ സൂറത്തു നംലിൽ നിന്നാണ്. നമുക്ക് ഈ പരീക്ഷയ്ക്ക് നമുക്ക് ഖുർആനിൻ്റെ പാഠമായി വരുന്നത് സൂറത്തുൽ ഫുർഖാൻ മുതൽ സൂറത്തുൽ അങ്കബൂത്ത് വരെയുള്ള ഭാഗമാണ്. ഇവിടെ നിന്ന് ഏത് ഭാഗത്തു നിന്നും നമ്മളോട് ചോദ്യം ചോദിച്ചേക്കാം. അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഓരോരുത്തരും ഓതി പഠിക്കുക. ഇവിടെ ചോദിച്ചത് നിങ്ങൾ കാണാം, സൂറത്തു നംലിൽ നിന്ന് 6-7 ആയത്തുകൾ. 6 ആയത്തല്ല, 6-ാമത്തെയും 7-ാമത്തെയും വൈന്നക്കല തുലക്ക മുതൽ തസ്തലൂൻ വരെ. അപ്പോൾ ഏകദേശം 2-3 ആയത്തുകൾ മാത്രമേ നമ്മളെ കൊണ്ട് ഓതിപ്പിക്കുകയുള്ളൂ. ഉള്ളത് നല്ല വൃത്തിക്ക് മനോഹരമായി ശ്രദ്ധിച്ച് ഓതിക്കൊടുക്കാൻ നോക്കുക. ഇനി നമ്മൾ ഓതിക്കൊടുക്കുമ്പോൾ ഉസ്താദിന് മാർക്കിടാനുള്ള മാനദണ്ഡങ്ങളുണ്ട്. മാർക്കിടാനുള്ള സ്ഥലം നമ്മുടെ ചോദ്യപേപ്പറിൽ തന്നെ ഉണ്ട്. ആദ്യമായി ഉസ്താദ് നിങ്ങൾ നോക്കുന്നത് അക്ഷരശുദ്ധിയോടെയാണോ ഓതുന്നത് എന്നാണ്. അഥവാ ഹ, ഹ, ഐന്, ഒയിന്, ത, ത്വ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങളൊക്കെ അതിൻ്റെ അതാത് മഹ്റജുകളിൽ നിന്ന് പുറപ്പെടുവിച്ച് ശ്രദ്ധിച്ച് ഓതുന്നുണ്ടോ എന്ന് നോക്കും. ചില ആൾക്കാർക്ക് എല്ലാം കാന്നായിരിക്കും. എല്ലാം കാന്നല്ലല്ലോ, ഒന്ന് കാന്നും മറ്റൊന്ന് കാ എന്നുമാണ്. കാഫ് 2 പുള്ളിയുള്ളത്. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതോടൊപ്പം തന്നെ ഇടർച്ചയില്ലാത്ത പാരായണം. ഒരു വാക്ക് പറഞ്ഞു അവിടെ നിർത്തി, അടുത്ത വാക്ക് പറഞ്ഞു അവിടെ നിർത്തി, അങ്ങനെ നിർത്തി ഓതുന്ന ശൈലിയിൽ നിന്ന് മാറി അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് രണ്ടും പരിഗണിച്ച് 18 മാർക്കാണ് നമുക്കവിടെ ലഭിക്കുന്നത്. 18 മാർക്ക്, ജയിക്കാനുള്ള മാർക്ക് അപ്പം തന്നെ നമുക്കവിടെ കിട്ടി. ഇനി രണ്ടാമത്തത്, ഇസ്തിലാഹിൻ്റെ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ഉണ്ടോ നോക്കും. ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ ഒരു കീവേഡ് ഉണ്ട്. ഏതാണത്? ഹുസ്സ ലെഴത്തിൻ കിള് എന്ന് പറയുന്നതിൽ അക്ഷരങ്ങളാണ്. സൂത്രവാക്യമാണ്, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഹുസ്സ ലെഴത്തിൻ കിള് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലെ അക്ഷരങ്ങൾ ഉണ്ടാകും നമ്മൾ ഓതുന്ന ആയത്തിൽ. അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഉസ്താദ് നോക്കും. 3 മാർക്ക് അവിടെയും കിട്ടി. അതുപോലെ തന്നെ സാക്കിനായ മീമിൻ്റെ ഇത് ആമിന്, സുക്കൂനുള്ള മീമിൻ്റെ ഇത് ആമ്, അമ്മ, അപ്പോൾ അതിനെ മണിക്കുന്നുണ്ടോ എന്ന് നോക്കും. 3 മാർക്ക് അവിടെ കൊടുത്തു. സാക്കിനായ മീമിൻ്റെ ഇഖ്ഫാഇൻ്റെ ഘട്ടത്തിൽ അവന് ഇഖ്ഫാ നടത്തുന്നുണ്ടോ എന്ന് നോക്കും. ഇനി അതുപോലെ തന്നെ സാക്കിനായ മീമിൻ്റെ ഇൽഹാർ, സാക്കിനായ മീമിന് ശേഷം ഏത് അക്ഷരങ്ങൾ വന്നാലാണ് ഇൽഹാർ ആവുക എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ നിലക്ക് തന്നെയാണോ ഇവൻ ഓതുന്നത് എങ്കിൽ അവിടെയും 3 മാർക്ക്. ഈ പറയപ്പെട്ട രൂപത്തിൽ നമ്മളെ മാർക്കിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഉസ്താദ് നമുക്ക് നൽകും. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ആയിരിക്കണം നമ്മുടെ ഓത്തുകൾ ഉണ്ടായിരിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ ഇനി ഖുർആൻ ഓതിക്കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഔദു വേണം, ബിസ്മി വേണം. വെറുതെ അങ്ങ് ഓതിക്കൊടുക്കരുത്. എല്ലാം നല്ലോണം ശ്രദ്ധിച്ച് തയ്യാറായി പോകണം. അടുത്ത കുട്ടീനെ വിളിക്കുമ്പോൾ ഇതിന് ഓടിപ്പോയിട്ട് ഓതിക്കൊടുത്തിട്ട് ഓടിപ്പോകുന്ന ശൈലി ഉണ്ടാവരുത്. അപ്പോൾ തന്നെ നമ്മുടെ 5-10 മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഔദു ബിസ്മി നിർബന്ധമാണ്, മറക്കരുത്. അതോടൊപ്പം തന്നെ നിർത്തേണ്ടുന്ന ഘട്ടങ്ങളുണ്ടല്ലോ, ഖുർആനിൽ നിർത്തുന്ന അടയാളങ്ങളുണ്ട്. അടയാളങ്ങൾ ഉള്ളിടത്ത് നിർത്തുക. ഇനി അടയാളങ്ങൾ ഇല്ലാത്തടത്ത് നിർത്തുകയാണെങ്കിൽ ഒരൽപ്പം ബാക്കിൽ നിന്ന് എടുത്ത് ഓതുക. അപ്പോൾ തന്നെ ഉസ്താദ് മനസ്സിലാവും കുട്ടിക്ക് അത്യാവശ്യം ഓത്തിൻ്റെ നിയമങ്ങളും നിയമാവലികളൊക്കെ അറിയാം. അതുപോലെ തന്നെ മദ്ദുകൾ, നീട്ടാനുള്ള മദ്ദുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മദ്ദുകൾ നിങ്ങൾക്കറിയാലോ, അലിഫ് കൊണ്ട് നീട്ടുന്നുണ്ട്, വാവ് കൊണ്ട് നീട്ടുന്നത്, യാ കൊണ്ട് നീട്ടുന്നത്. അതുപോലെ തന്നെ മദ്ദിൻ്റെ ആ ഒരു ചിഹ്നം കൊടുത്തിട്ടുള്ളത് നിർബന്ധമായി നീട്ടേണ്ട മദ്ദുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല നിലക്ക് തന്നെ നീട്ടിയിട്ട് ഓതിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്ഷരങ്ങളൊക്കെ കൃത്യമായി അതിൻ്റെ യഥാസ്ഥാനത്ത് നിന്ന് പുറപ്പെടുവിക്കുക.
ഓത്ത് കഴിയുന്ന സമയത്ത് സദഖല്ലാഹുൽ അലിയ്യുൽ അളീം എന്ന് പറയുക. ഈ നിയമങ്ങളൊക്കെ പാലിച്ച് ഓതി കൊടുത്താൽ ഖുർആനിൽ നമുക്ക് മുഴുവൻ മാർക്കും ലഭിക്കും. ഖുർആൻ പരീക്ഷയുടെ നേരെ താഴെയായിരിക്കും തെദ്രീബു തിലാവ പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. 4 പാഠങ്ങളാണല്ലോ നമുക്ക് തെദ്രീബു തിലാവയിൽ നിന്ന് പഠിക്കാനുള്ളത്. ആദ്യത്തെ പാഠത്തിൽ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള ഷദ്ദുള്ള മീമ് വരുന്ന ഇദ്ഗാമുണ്ട്. അതുപോലെ തന്നെ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വരുന്ന ഇഖ്ഫാ ഉണ്ട്. രണ്ടാമത്തെ പാഠത്തിൽ ഇൽഹാറാണ്. സുക്കൂനുള്ള മീമിന് ശേഷം ബാ മീം അല്ലാത്ത അക്ഷരങ്ങൾ വരുമ്പോഴുള്ള ഇൽഹാർ. മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ ഹുറൂഫുൽ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ പഠിച്ചു. നാലാമത്തെ പാഠത്തിൽ ഹുറൂഫുൽ ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ. ഈ 4 പാഠങ്ങൾ, ഇത് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെല്ലാവരും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ശരി അടയാളപ്പെടുത്താം എന്നാണ്. സാക്കിനായ മീമിൻ്റെ വിധികളാണ് ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. സാക്കിനായ നൂന് വേറെയുണ്ട്, ഇവിടെ മീമാണ് സുക്കൂനുള്ള മീമ്. അപ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം വരുന്നതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുൻതും മൂക്കിനീൻ, അവിടെ കുൻതും എന്നുള്ളതിലെ മീമുണ്ട്, പിന്നെ മൂക്കിനീൻ എന്നുള്ളതിലെ മീമുണ്ട്. നമുക്കറിയാം സുക്കൂനുള്ള മീമിന് ശേഷം ലമ്മുള്ള മീമാണ് വന്നിട്ടുള്ളത് അല്ലേ. അങ്ങനെ നമ്മൾ പഠിച്ചിരുന്നു. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള ഷദ്ദുള്ള മീം വന്നു കഴിഞ്ഞാൽ ഏതാണ്? ഇദ്ഗാമാണ്. ഇനി ലം ത, ലം എന്നുള്ളതിലെ മീമുണ്ട്, ത എന്നുള്ളതിലെ താ ഉണ്ട്. ഏതാണ്? മീമിന് ശേഷം ത. നമ്മൾ പഠിച്ചിരുന്നു ഷദ്ദുള്ള മീമും അതുപോലെ തന്നെ ബാവും വരാത്ത കാലത്തോളം ഏത് തന്നെയാണ്? ഇൽഹാറാണ്. ഒന്നും ചെയ്യേണ്ട, അതുപോലെ തന്നെ അങ്ങ് ഓതിയാൽ മതി. ഇല്ലം ത, അവിടെ ഇല്ലം ത എന്ന് മണിക്കേണ്ട ആവശ്യമോ മണിച്ച് മറിക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല. ഇൽഹാറാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മിൻ അർളികും ബിസ്ഹിരിഹി, കും എന്നുള്ളതിലെ സുക്കൂനുള്ള മീമിന് ശേഷം ബി എന്നാണ് വന്നത് അല്ലേ. അപ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫ ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എത്ര ആയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം ആൻസർ പറയാൻ കഴിയും, ശരിയിട്ട് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ഇതിൻ്റെ നിയമങ്ങൾ കൃത്യമായി പഠിക്കുക. ഒന്ന് സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വരുന്ന ഇദ്ഗാം, സുക്കൂനുള്ള മീമിന് ശേഷം ബാ വരുന്ന ഇഖ്ഫാ. ഇത് രണ്ടും അല്ലാതെ സുക്കൂനുള്ള മീമിന് ശേഷം ഏതക്ഷരം വന്നാലും ഇൽഹാർ. ഇത്രയേ ഉള്ളൂ. എത്ര സിമ്പിളാണ്. ഇനി അടുത്തത് അക്ഷരങ്ങൾ എഴുതാം എന്നതാണ്. മിൻ അഖ്സൽ മദീനത്തി എന്നുള്ളതിൽ ഹുറൂഫുൽ കൽക്കലയുടെ അക്ഷരങ്ങൾ പഠിക്കാനുള്ള സൂത്രവാക്യം നമ്മൾ പറഞ്ഞിരുന്നു. കുത്തുബ് ജദ് എന്നാണ്. അപ്പോൾ കുത്തുബ് ജദിലെ അക്ഷരം ഇതിലേതാണുള്ളത്? മിൻ അഖ്സൽ മദീന എന്നുള്ളതിൽ ക ഉണ്ട് അല്ലേ, കാഫ് ഉണ്ട്. അപ്പോൾ കാഫ് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. മിനൽ മുഹ്ലരീന എന്നുള്ളതിൽ ഹുറൂഫുൽ ഇസ്തിഅല ആണ് ചോദിച്ചിട്ടുള്ളത്. ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഹുസ്സലിൻ കിള് എന്നുള്ളതിലെ അക്ഷരങ്ങളാണ്. അങ്ങനെയാകുമ്പോൾ അതിലേത് അക്ഷരമുള്ളത്? ലോദുണ്ട്. ലിഅ്തിൻ എന്നുള്ളതിൽ ലോദുണ്ട്. ഇനി വേർതിരിക്കാം എന്നുള്ള ഒരു ചോദ്യമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതുപോലെ നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അതിൽ ബാ, ഖ, ജീമ്, ഐന്, ദാൽ ഇങ്ങനെയാണ് അക്ഷരം വന്നിട്ടുള്ളത്. അങ്ങനെ ഹുറൂഫുൽ ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങളായിട്ടും ഹുറൂഫുൽ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളുമായിട്ട് വേർതിരിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചു ഹുസ്സലിയത്തിൻ കിളി എന്നുള്ള ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ വന്നിട്ടുണ്ട് നോക്കുക. കുത്തുബ് ജദിലെ ഏതൊക്കെ അക്ഷരങ്ങളാണ് അതിലുള്ളത് എന്ന് നോക്കുക. 1-2 ഉദാഹരണങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്ത് പരിശീലിക്കുക. കാരണം ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. ഇനി ഈ ചോദ്യപേപ്പറിൻ്റെ നേരെ മറുപുറത്താണ് ഹിഫ്ലിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഹിഫ്ലിന് നമുക്ക് പഠിക്കാനുള്ള സൂറത്തുകൾ ഏതൊക്കെയാണ്? സൂറത്തു സൽസല മുതൽ ഇദാ സുൽസിലത്തി മുതൽ സൂറത്തു നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെയുള്ള സൂറത്തുകൾ നമ്മുടെ ഹിഫ്ലിൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചതുകൂടെയാണ്. അതിനുശേഷം സൂറത്തുൽ ബയ്യന ഉണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ അഅല അറിയാലോ, സബിസ്മ റബ്ബിക്കൽ അഅല. സൂറത്തുൽ അലക്ക്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ അലക്ക്. ഈ സൂറത്തുകളാണ് നമുക്ക് മനഃപ്പാഠമാക്കാനുള്ളത്. ഇനി ചോദ്യം വായിക്കുമ്പോൾ കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനഃപ്പാഠം ഓദിക്കാം എന്ന ചോദ്യമാണ്. അതിലൊന്നാമത് നിങ്ങൾക്ക് കാണാം സൂറത്തുൽ അഅല തുടക്കം മുതൽ 7 ആയത്തുകൾ, അതിന് 22 മാർക്കാണ്. അതുപോലെ തന്നെ രണ്ടാമത്തത് സൂറത്തുൽ അലക്ക് 6 മുതൽ 13 വരെയുള്ള ആയത്തുകൾ, 22 മാർക്ക്. രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തത് റബ്ബന ആമന്ന മുതൽ ഖൈറുർ റാഹിമീൻ വരെ 6 മാർക്ക്.
വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏകദേശം 10 മാർക്കോളം നമ്മുടെ തദ്രീബു തിലാവയുടെ പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ വരുന്ന ദുആകളുണ്ട്, ഖുർആനിൽ നിന്നുള്ള ദുആകൾ. ആ ദുആയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഉറപ്പായും ചോദിക്കും. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. 4 ദുആവും പഠിച്ചു വെക്കുക. ഏതാണ് ചോദിക്കുക എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. മറ്റു നിങ്ങൾ മുന്നേ ക്ലാസ്സിൽ നിന്ന് ഫിഖ്ഹിൽ നിന്ന് പഠിച്ച ഒന്നും തന്നെ ചോദിക്കില്ല. നിങ്ങളോട് ചോദിക്കുക തദ്രീബു തിലാവയിലെ ഖുർആനിൽ നിന്നുള്ള അവസാന ഭാഗത്ത് വന്ന ആ പ്രാർത്ഥനയാണ് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി മനസ്സിലായി. ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോകൾ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ആവശ്യമാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് കൂടെ കൂടുക. ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ അൽഹംദുലില്ലയോ, താങ്ക്സോ, ആമീനോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.